ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ളൊരു ബർഫിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അധികം വറുത്തെടുക്കരുത്, ഒരു ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരണം, ബ്രൗൺ കളർ ആവരുത്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ റവയുടെ കളർ ചെറുതായി ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുവരെ മതി കേട്ടോ, ഈ കളർ മതി നമുക്ക്, അധികം ബ്രൗൺ കളർ ഒന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം. ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ നമ്മൾ പാലും അളന്നെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, റവ വേഗം കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായി അത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റവ ആ പാലൊക്കെ നല്ലപോലെ അബ്സോർബ് ചെയ്ത് നല്ല കട്ടയായി വരുന്നുണ്ട് കണ്ടോ, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് അല്പം അഴഞ്ഞു വരും. ഈ ഷുഗർ ശരിക്കും മെൽറ്റായി കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ അഴഞ്ഞു വരും. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് അഴഞ്ഞു വന്നത് കണ്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എത്ര നന്നായി മിക്സ് ചെയ്യണോ അത്രയും ടേസ്റ്റ് വരും ബർഫിക്ക്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഉണ്ടല്ലോ, ഒരു 3/4 കപ്പ് ബദാം ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ബദാം മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ബദാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര നന്നായി മിക്സ് ചെയ്യണോ അത്ര നല്ല ടേസ്റ്റി ആയിട്ട് വരും നമ്മുടെ ബർഫി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് വരുമ്പോഴാണ് ആ ബർഫിയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. നമുക്കിത്
ഏത് ബൗളിലേക്കോ ട്രേയിലേക്കോ ആണോ നമ്മളിത് മാറ്റേണ്ടത് അതിലേക്ക് നമുക്കിത് മാറ്റാം. ഇനി നമുക്കിത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ അതിലൊരു സ്പാറ്റിലോ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ അല്പം നെയ്യ് പുരട്ടാം. സ്പൂണിൻ്റെ താഴെ നമ്മൾ നെയ്യ് പുരട്ടുമ്പോൾ നമുക്കത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കണ്ടോ, ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് സെറ്റായി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ. അങ്ങനെ നമ്മുടെ റവ ബർഫി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരമണിക്കൂറാണ് നമ്മൾ മാറ്റി വെച്ചത്. കണ്ടോ, നല്ല സെറ്റായി കിട്ടി നമുക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബർഫി കണ്ടില്ലേ, കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഫിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.